ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി അത്ര ഫെമിലിയർ അല്ലായിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഞാൻ മെയിനായിട്ട് എൻ്റെ ചാനലിൽ നിന്നൊരു ദൈവവചനങ്ങളാണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്, നമ്മൾ എന്തിനാണ് ശരിക്കും നമ്മൾ ഈ ദൈവവചനങ്ങൾ പഠിക്കുന്നത്? എന്തിനായിരിക്കും നമ്മൾ ഈ ദൈവവചനം പഠിക്കുന്നത്? ഈ ദൈവവചനത്തിൻ്റെ ശക്തി എന്തായിരിക്കും? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് ഇത്ര പറഞ്ഞു തരാൻ അറിയത്തില്ലെങ്കിൽ പോലും എനിക്ക് ഒറ്റൊരു കാര്യം അറിയാം. അതായത് ഈ ഒരു ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ തന്നെ മാറ്റിവെക്കാനുള്ള ഒരു ശക്തിയുണ്ട് ദൈവവചനത്തിൽ. അപ്പോൾ ഈ ഒരു ദൈവവചനത്തിന്റെ ശക്തി എന്താണ് എന്നുള്ളതിന്റെ മറുപടി നമ്മുടെ ബൈബിളിൽ തന്നെ ഉണ്ട്. ബൈബിളിലെ ഓരോ വചനങ്ങളിലും ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോ വചനങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ദൈവവചനത്തിന്റെ ശക്തിയെ കുറിച്ച് എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന കുറേ വചനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനതൊക്കെ വായിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ വചനം എന്ന് പറയുന്നത് ഹെബ്രായർ 4:12. ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ശക്തിയുള്ളതും ആകുന്നു. ഹെബ്രായർ 4:12. ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ശക്തിയുള്ളതും ആകുന്നു. അപ്പൊ ഇതിൽ തന്നെ ഉണ്ട് ദൈവവചനത്തിന്റെ ശക്തി എന്താണ്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ജീവനുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് എന്താണ്? ജീവനുള്ളതാണ്. അപ്പോൾ ശക്തിയുള്ളതുമാണ്. അപ്പം ദൈവവചനത്തിന്റെ ശക്തി എന്താണെന്ന് നമ്മുടെ ബൈബിളിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിതാണ്. ബൈബിളിലെ ഓരോ വചനത്തിലും അതുണ്ട് എന്നാണ് പറയുന്നത്. വേറൊരു വചനം എന്ന് പറയുന്നത് ഏശയ്യ 55:11. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെയായി മടങ്ങി വരികയില്ല. അപ്പോൾ ഇതിൻ്റെ ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെയായി മടങ്ങി വരികയില്ല എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അത്രയും പവർഫുൾ ആണ് എന്ന് നമുക്ക് ഈ ഒരു വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വേറൊരു വാക്യം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 119:105. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് വെളിച്ചവുമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് വെളിച്ചമാകുന്നു എന്നാണ് ഈ ഒരു വചനത്തിലൂടെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ എന്ത് അടിപൊളി വചനങ്ങളാണല്ലേ നമ്മുടെ ഈ ബൈബിളിൽ തന്നെ ഉള്ളത് അല്ലേ? അപ്പോൾ വേറെ ഒരു വചനം എന്ന് പറയുന്നത് റോമ 1:12. റോമ 1:12. സോ അതിൻ്റെ അകത്തെന്ന് പറയുന്നത് സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ശക്തിയാണ്. അതായത് സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കായി ദൈവത്തിന്റെ ശക്തിയാണ്. അതായത് നമുക്ക് സുവിശേഷം വിശ്വസിക്കുന്ന ദൈവവചനം വിശ്വസിക്കുന്ന ആരും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ശക്തി ഉണ്ട്. ദൈവത്തിന്റെ ശക്തി അവരുടെ ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഒരു ലൈഫിൽ നമ്മളൊരു കുറച്ച് നേരമെങ്കിലും നമ്മുടെ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ഒരു ദിവസത്തിന് ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ഒരു ദൈവവചനം വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ. അതിൻ്റെ അനുഗ്രഹം എന്താണെങ്കിലും നമുക്ക് കിട്ടും. ചിലപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നമുക്ക് എന്നാണേലും അനുഗ്രഹം കിട്ടും. ഈ ഒരു ദൈവവചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതിലൂടെ നമുക്ക് എന്നാണേലും അനുഗ്രഹം കിട്ടും. അതുകൊണ്ട് ആരും അതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഈ ദൈവവചനം വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം നിങ്ങൾ. അപ്പോൾ വേറൊരു വചനം എന്ന് പറയുന്നത് ജെറമ്യ 23:29. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമല്ലയോ. അതാണ്. അപ്പം ഇതൊക്കെയാണ് അതായത് ഒരു വചനം കൂടെ ഉണ്ട് ഞാൻ നോക്കി വെച്ചിരിക്കുന്നത്, ഞാൻ പറയാം അതും കൂടെ. യോഹന്നാൻ 6:63. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ ഞാനിന്ന് കുറച്ച് വചനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈശോയുടെ ഈ ഒരു ദൈവവചനത്തിൻ്റെ ശക്തി എന്താണ് എന്നുള്ളത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റിലെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുണ്ടായിരിക്കുമല്ലോ. എല്ലാവർക്കും ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ടും കുറച്ച് സമയം കൊടുക്കണം. ബാക്കി എല്ലാത്തിനും വേണ്ടിയിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന് വേണ്ടിയിട്ട് സമയമില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് മോശമല്ലേ. നമ്മൾ ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കണം കേട്ടോ. ഒരു ബൈബിളൊക്കെ വായിച്ച്, ഇല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഒന്ന് എണീക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുന്നത്, ഒരു നന്മ പറയുന്നില്ല, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. എൻ്റെ ഈശോയെ ഒരു പുതിയൊരു ദിവസം കാണാനുള്ള ഒരു അനുഗ്രഹം തന്നതിന് എൻ്റെ ഈശോയെ നന്ദി എന്നുള്ളത് നിങ്ങൾ ഈശോയോട് അങ്ങനെ ഒരു വാക്കൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ രാവിലെ എണീറ്റ് നിങ്ങൾ നിങ്ങളുടെ ഓരോ ജോലികളിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ബൈബിളിലെ ഒരു വാക്യം ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദിവസത്തെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ദിവസത്തിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കണം കേട്ടോ. എല്ലാവരും കൊടുക്കില്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. സോ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.